സ്ട്രക്ചറൽ ഇനോർഗാനിക് കെമിസ്ട്രി എന്നുള്ള ഇനോർഗാനിക് പേപ്പറിൽ മൊഡ്യൂൾ 2 ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇറ്റ് ഡീൽസ് വിത്ത് ഇലക്ട്രിക്കൽ, മാഗ്നറ്റിക് ആൻഡ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയുടെ പാർട്ടിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ചില തിയറീസ് ഡിസ്കസ് ചെയ്യും. ആ തിയറീസിനെ ബേസ് ചെയ്ത് മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ഇതാണ് നമ്മൾ ഈ മൊഡ്യൂൾ 18 മണിക്കൂറിൻ്റെ മൊഡ്യൂളാണ് അതിൽ മൊത്തത്തിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീ ഇലക്ട്രോൺ തിയറിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള തിയറിയാണ്. ഇനീഷ്യൽ സ്റ്റേജസിൽ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന തിയറിയാണ്. അപ്പോൾ അതിൻ്റെ ചില ആസ്പെക്ട്സ് ഒക്കെ ഇന്നും വളരെ റെലവൻ്റ് ആണ്. ചില പ്രോപ്പർട്ടീസ് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇന്നും നമ്മൾ ഫ്രീ ഇലക്ട്രോൺ തിയറി ഉപയോഗിക്കാറുണ്ട്. അതിൽ 2 പാർട്ടുകളുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ പാർട്ട് അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജസിൽ തിയറി ഡെവലപ്പ് ചെയ്ത് വന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി എന്നും വിളിക്കാറുണ്ട്. ഇത് പ്രപ്പോസ് ചെയ്തപ്പെട്ടത് 2 സയൻറ്റിസ്റ്റ്മാർ ചേർന്നാണ്. അതിൽ ആദ്യത്തെ ആൾ പോൾ ഡ്രൂഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. ഹി അപ്ലൈഡ് ദ കൈനറ്റിക് തിയറി ടു ഡിസ്ക്രൈബ് ദ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ ഇൻ മെറ്റൽസ്. അദ്ദേഹം ഇലക്ട്രോൺസിനെ ഫ്രീ ഇലക്ട്രോണുകൾ ആയിട്ടാണ് അസ്യൂം ചെയ്തത്. ഫ്രീ ഇലക്ട്രോൺ ഗ്യാസ് ഒരു പോസിറ്റീവ് അയോണിന് ചുറ്റും റിവോൾവ് ചെയ്ത് നിൽക്കുന്നു. ഈ ഫ്രീ ഇലക്ട്രോൺ ഗ്യാസിലുള്ള ഇലക്ട്രോണുകൾ പോസിറ്റീവ് അയോൺസിൻ്റെ സർഫസിൽ നിന്ന് വന്നിടിച്ച് ബൗൺസ് ചെയ്ത് പോകുന്നു. ഇതാണ് അദ്ദേഹം കൊടുത്ത അസംഷൻ. ഈ തിയറി അനുസരിച്ച് ഓംസ് ലോയും കണ്ടക്ടിവിറ്റിയും വളരെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു. ആൻഡ് ഓൾസോ പെർമിറ്റിവിറ്റി ക്യാൻ ബി കാൽക്കുലേറ്റഡ് ടു. സോ ദീസ് ആർ സം ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ തിയറി. ഇനി ഡ്രൂഡിനെ കൂടാതെ 1905 ലോറൻസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റും ഈ തിയറിക്ക് കുറച്ച് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. ഹി ഡിസ്ക്രൈബ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മാറ്റർ ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. He proposed that the electrons are bound to the nucleus by a spring-like force, obeying to the Hooke's law. ഡ്രൂഡ് പറഞ്ഞത് ഇലക്ട്രോൺസ് ഫ്രീ ആണ് മൂവ് ചെയ്യാൻ. ക്രിസ്റ്റലിനുള്ളിൽ അല്ലെങ്കിൽ ഒരു സോളിഡ് മെറ്റീരിയൽ നമ്മൾ എടുത്തു വെച്ചാൽ അതിനുള്ളിൽ ഇലക്ട്രോൺസ് ഫ്രീ ടു മൂവ് ആണ്. മെറ്റൽസിൻ്റെ കേസിലാണ് അദ്ദേഹം ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തത്. അതിനുശേഷം പലതരത്തിലുള്ള മെറ്റീരിയൽസിലേക്ക് തിയറി എക്സ്ട്രാപോളേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ മെറ്റീരിയലിനുള്ളിൽ ഒരു ഡിഫിനിറ്റ് വോളിയത്തിൽ ഇലക്ട്രോൺസ് ആർ ഫ്രീ ടു മൂവ് എന്ന് ഡ്രൂഡ് പറഞ്ഞു. അതിൽ നിന്ന് ഒരു പടി കൂടി മുന്നോട്ട് കയറിയാണ് ലോറൻസ് പ്രപ്പോസ് ചെയ്തത്. ഫ്രീ ടു മൂവ് ആണ്, പക്ഷേ ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ഉള്ള മൂവ്മെൻ്റ് അല്ല. ന്യൂക്ലിയസുമായിട്ട് സം കൈൻഡ് ഓഫ് സ്പ്രിങ് മൂവ്മെൻ്റ് ഉണ്ട്, അതായത് ചെറിയ അട്രാക്റ്റീവ് ഫോഴ്സസ് അവിടെ ഉണ്ട്. ദ ഡ്രൂഡ് മോഡൽ ക്യാൻ ബി റീഒബ്റ്റെയിൻഡ് ബൈ പ്ലേസിങ് k = 0. സ്പ്രിങ് ഇല്ല എന്നുള്ള അസംഷനിൽ ഫോഴ്സ് കോൺസ്റ്റൻറ്റ്, സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് 0 ആക്കി വെച്ച് കഴിഞ്ഞാൽ ഡ്രൂഡ് പറഞ്ഞ ഐഡിയ തന്നെ അവിടെ വരും. അപ്പോൾ ഇവർ 2 പേരും പറഞ്ഞത് കൂട്ടിച്ചേർത്താണ് ഫ്രീ ഇലക്ട്രോൺ തിയറി ഇനീഷ്യൽ സ്റ്റേജിൽ ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി ആയിട്ട് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഡ്രൂഡ് ലോറൻസ് മോഡൽ എന്നും പറയാറുണ്ട്. ബോത്ത് ഡ്രൂഡ് ആൻഡ് ലോറൻസ് മോഡൽസ് ആർ ഫോർമലി നോട്ട് ക്വാണ്ടിസ്റ്റിക്, ദോ ക്വൈറ്റ് പ്രൊഫറ്റിക് ആൻഡ് എഫക്റ്റീവ്. സോ ക്വാണ്ടിറ്റേറ്റീവായിട്ട് ഇവർ അത്ര എക്സ്പ്ലനേഷൻസ് ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ പോലും പല കാര്യങ്ങളും പല പ്രോപ്പർട്ടീസും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഡ്രൂഡ് ലോറൻസ് മോഡലിന് സാധിച്ചു. അതുപോലെ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് പ്രെഡിക്റ്റ് ചെയ്യാനും ഈ തിയറി വളരെ ഉപകാരപ്രദമായിരുന്നു. സോ ഇനി നമുക്ക് ബേസിക്കായിട്ട് ഫ്രീ ഇലക്ട്രോൺ തിയറി എന്താണ് പറയുന്നത് നോക്കാം. ഇനീഷ്യൽ സ്റ്റേജസിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു: വൈ മെറ്റൽസ് ഷോസ് ഹൈ ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ചില ഫിനോമിനയാണ്. അത് ആ ഏർലിയർ സ്റ്റേജിൽ തന്നെ ഒബ്സർവ് ചെയ്തിരുന്നു. ഇരുമ്പ്, കോപ്പർ പോലുള്ള മെറ്റൽസ് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ്. അതുകൂടാതെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പക്ഷേ നോൺ മെറ്റൽസിൻ്റെ കേസിൽ അത്രയും കണ്ടക്ഷൻ ഇല്ല. അതിന് കൊടുത്ത ആൻസർ ഇതാണ്: presence of free electrons are the reason for the high electrical and thermal conductivity. ഇനി നമുക്ക് പോസ്റ്റുലേറ്റ്സ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ തിയറി എന്തൊക്കെയാണെന്ന് നോക്കാം. മെറ്റൽ ഈസ് ആൻ അസംബ്ലി ഓഫ് പോസിറ്റീവ് അയോൺസ് ഇമേഴ്സ്ഡ് ഇൻ എ ഗ്യാസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ദീസ് ഫ്രീ ഇലക്ട്രോൺസ് ആർ ഫ്രീ ടു മൂവ് ത്രൂ ഔട്ട് ദ വോളിയം ഓഫ് ദ മെറ്റൽ. അപ്പം നമ്മളൊരു മെറ്റൽ പീസ് എടുത്ത് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇരുമ്പ് കമ്പി എടുത്ത് വെച്ചിരിക്കുന്നു. ആ വോളിയത്തിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് നമ്മുടെ ഇലക്ട്രോൺസിന് സാധിക്കും.
ഇനി സോഡിയം മെറ്റൽ അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ കേസിൽ നമുക്കിതൊന്ന് നോക്കാം. എന്താണ് ഈ ഫ്രീ ഇലക്ട്രോൺ എന്ന്? കൺസിഡർ സോഡിയം. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 1s2, 2s2, 2p6, 3s1. Among these 3 orbitals 1s2, 2s2, 2p6 അതിലുള്ള ഇലക്ട്രോണിനെ നമ്മൾ കോർ ഇലക്ട്രോൺസ് എന്ന് വിളിക്കും. ദേ ആർ ടൈറ്റ്ലി ബൗണ്ട് ടു ദ ന്യൂക്ലിയസ്. Whereas 3s1 is the valence electron, it is loosely bound to the nucleus. The outer electron in the third atomic shell is the electron which is responsible for the physical and chemical properties of sodium. അപ്പം നമ്മുടെ കേസിൽ ന്യൂക്ലിയസും സോഡിയത്തിൻ്റെ കേസിലാണെങ്കിൽ സോഡിയത്തിലുള്ള ന്യൂക്ലിയസും ഈ 10 ഇലക്ട്രോണുകൾ 1s2, 2s2, 2p6 10 എണ്ണവും കൂടി ബൗണ്ട് ചെയ്ത് നിൽക്കും. അതിനെയാണ് നമ്മൾ പോസിറ്റീവ് അയോൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദിസ് 3s1 ഇലക്ട്രോൺ ആണ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആറ്റമേ ഉള്ളെങ്കിൽ അവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. മൾട്ടിപ്പിൾ ആറ്റംസ് വരുമ്പം ഓരോ ആറ്റത്തിനോടും അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഇലക്ട്രോണുകൾ ദേ ആർ ഫ്രീ ടു മൂവ്. There will be electrostatic force of attraction which holds the ions and electrons together. ഫ്രീ ടു മൂവ് ആണ് എന്ന് പറഞ്ഞാൽ പോലും ഇവരെ ഒന്ന് ചേർത്ത് മെറ്റൽ സർഫസിനുള്ളിൽ നിർത്തേണ്ട ചില ആവശ്യകതയുണ്ട്. അതിനുവേണ്ടി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ അപ്ലിക്കബിൾ ആയി വരുന്നു. There will be equal charge on positive ions and the number of electrons. എത്ര പോസിറ്റീവ് അയോൺസ് ഉണ്ടോ അതിന് ഈക്വൽ ആയിട്ടുള്ള ഇലക്ട്രോണുകളും നമ്മുടെ മെറ്റൽ വോളിയത്തിൽ ഉണ്ടാവും. Therefore there will be electrical neutrality inside the crystal or inside the volume of the metal. So this is the simple picture of the free electron model. പോസിറ്റീവ്ലി ചാർജ് കാണിച്ചിരിക്കുന്നത് ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്നത് പോസിറ്റീവ് അയോൺസ് ആണ്. അതായത് ന്യൂക്ലിയസും അതിന് ചുറ്റുമുള്ള ബൗണ്ട് ഇലക്ട്രോൺസും കൂടെ കൂടിച്ചേർത്ത് അതിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഈ യെല്ലോ കളേർഡ് ഇലക്ട്രോൺസ്, യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന സർക്കിൾസ് ആണ് ഇലക്ട്രോൺസ്. അപ്പം സോഡിയത്തിൻ്റെ കേസിൽ ഓരോന്നിലും ഓരോ ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോൺ ദേ ആർ ഫ്രീ ടു മൂവ് ഇൻസൈഡ് ദ വോളിയം. ഇനി there will be a potential barrier at the surface of the electron, surface of the metal ആണ്, metal to keep the electrons inside. A potential barrier at the surface of the metal to keep the electron ഉള്ള മെറ്റൽ ആണ്. Potential barrier at the surface of the metal to keep the electron inside. സോ ഇലക്ട്രോൺ വോളിയത്തിനുള്ളിൽ, ഒരു മെറ്റൽ വോളിയത്തിനുള്ളിൽ നിന്നുകൊണ്ടിരിക്കും, പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കില്ല. ദർ വിൽ ബി എ പൊട്ടൻഷ്യൽ ബാരിയർ. ദർ വിൽ ബി മ്യൂച്വൽ റിപ്പൾഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസ് എന്നുള്ള കാര്യം അവർ ഇഗ്നോർ ചെയ്തിരിക്കുന്നു. സോ മ്യൂച്വൽ റിപ്പൾഷൻസ് ഇല്ല എന്നാണ് തിയറി പറഞ്ഞത്. ആക്ച്വൽ പ്രാക്ടീസിൽ നമുക്ക് മ്യൂച്വൽ റിപ്പൾഷൻസ്, ഇലക്ട്രോൺ നെഗറ്റീവ്ലി ചാർജാണ്, അടുത്ത ഇലക്ട്രോൺ നെഗറ്റീവ്ലി ചാർജാണ്, അവർ തമ്മിൽ റിപ്പൾഷൻസ് ഉണ്ടാവണം. പക്ഷേ അങ്ങനെയില്ല എന്നാണ് തിയറി പറയുന്നത്. Then the potential field due to the ions, positive ions, is assumed to be completely uniform. നമ്മുടെ മെറ്റൽ വോളിയത്തിനുള്ളിൽ അല്ലെങ്കിൽ മെറ്റലിനുള്ളിലുള്ള പൊട്ടൻഷ്യൽ ഫീൽഡ്, പോസിറ്റീവ് അയൻസുള്ള ഫീൽഡ് എല്ലാ ഡയറക്ഷനിലും യൂണിഫോം ആണ് എന്നാണ് നമ്മളെ തിയറി പറയുന്നത്. സോ ദ ഇലക്ട്രോൺസ് ആർ ഫ്രീ ടു മൂവ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നതാണ് ഫ്രീ മൂവ്മെൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് പോസിറ്റീവ് അയോൺസും ബ്ലൂ കളറിൽ മൂവ് ചെയ്യുന്ന സ്പോട്ടുകൾ ഫ്രീ ഇലക്ട്രോൺസുമാണ്. സോ അവർ വന്ന് പോസിറ്റീവ് അയൺസിൽ കൊളൈഡ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസ് തന്നെയും കൊളൈഡ് ചെയ്യുന്നുണ്ട്. അത്തരം കൊളീഷൻസിനെ ഒന്നും ഇനീഷ്യൽ സ്റ്റേജിൽ അവർ പരിഗണിച്ചിരുന്നില്ല. പക്ഷേ മുന്നോട്ട് പോകുമ്പം അതിനെല്ലാം എക്സ്പ്ലനേഷൻ നമ്മുടെ ഫ്രീ ഇലക്ട്രോൺ തിയറി കൊടുക്കുന്നുണ്ട്. ദെൻ ദ ഇലക്ട്രോൺസ് ആർ റെസ്ട്രിക്റ്റഡ് ഇൻസൈഡ് ദ മെറ്റൽ ബൈ എ പൊട്ടൻഷ്യൽ ബാരിയർ. സോ അതാണ് അവിടെ കാണിച്ചിരിക്കുന്ന പൊട്ടൻഷ്യൽ ബാരിയർ. അപ്പോൾ ആ പൊട്ടൻഷ്യൽ ബാരിയർ ഓവർകം ചെയ്യാതെ ഇലക്ട്രോണിന് സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഒരു വോളിയത്തിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റലിനുള്ളിൽ നമ്മുടെ ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ സാധിക്കും, പക്ഷേ പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കില്ല. ദർ വിൽ ബി എ പൊട്ടൻഷ്യൽ ബാരിയർ. ദ ഇലക്ട്രോൺസ് ക്യാൻ മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ് വിത്തൗട്ട് ചേഞ്ച് ഇൻ എനർജി. എല്ലാ സ്ഥലങ്ങളിലും യൂണിഫോം പൊട്ടൻഷ്യൽ ഫീൽഡ് ആണെന്ന് പറഞ്ഞു വെച്ചു. അതുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് എക്സ്ട്രാ എനർജിയുടെ ആവശ്യമൊന്നും ഇല്ല. ദ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആർ സബ്ജക്റ്റഡ് ടു ദ ലോസ് ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ്. ഇലക്ട്രോൺസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്ന വഴിക്ക് ഒരു പോസിറ്റീവ് ആണെങ്കിൽ അത് പോയി ഇടിക്കുന്നു, ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ഒരു ക്ലാസിക്കൽ പിക്ചറിലാണ് ഈ ഫ്രീ ഇലക്ട്രോൺ തിയറി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചത്. ദ ഇലക്ട്രോൺസ് ഒബേ ക്ലാസിക്കൽ മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ. മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സും മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷനും ഇവരെ ഒബേ ചെയ്യും. ഇതാണ് സിമ്പിളായിട്ടുള്ള
free electron theory. Way too simple, but this model works remarkably well for many metals and it can be used to help to explain many properties. പല പ്രോപ്പർട്ടീസും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല പ്രോപ്പർട്ടീസും വളരെ സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രീ ഇലക്ട്രോൺ തിയറി ഉപകാരപ്പെടും. അതിൽ ഒന്നാമത്തെ കേസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ എക്സ്പ്ലനേഷനാണ്. ദ കണ്ടക്ടിവിറ്റി വാസ് ഡ്യൂ ടു മൂവ്മെൻറ്റ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. If an external electric field E is applied, electrons are accelerated by an amount E. E എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജാണ്, സ്മോൾ ഇ. ആക്സലറേറ്റ് ചെയ്യപ്പെടുകയും ഇലക്ട്രോസ്റ്റാറ്റിക് ആക്സലറേഷനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. A is equal to EE by ME, where ME is the mass of electron. Then we need to look into a concept called drift velocity. ഒരു പൊട്ടൻഷ്യൽ ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് അതിൻ്റെ ഇൻഫ്ലുവൻസിൽ മൂവ് ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ ഒരു മെറ്റീരിയൽ മൂവ് ചെയ്യുന്നതിന് നമ്മൾ ഡ്രിഫ്റ്റ് മോഷൻ എന്ന് പറയുന്നത്. ഈ ഡ്രിഫ്റ്റ് മോഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന വഴിക്ക് ഒരു പോസിറ്റീവ് അയൺ ഉണ്ടെങ്കിൽ അതിൽ പോയി ഇടിക്കും. അങ്ങനെ സംഭവിക്കുമ്പം ആക്സലറേഷൻ കിട്ടിയാണ് ഇലക്ട്രോൺ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇടിച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ വെലോസിറ്റി ഡ്രോപ്പ് ചെയ്യും. ഡ്രോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും ആക്സലറേറ്റ് ചെയ്ത് വെലോസിറ്റി കൂടും. അടുത്ത ഇടി കിട്ടുമ്പോഴത്തേനും വെലോസിറ്റി കുറയും. So behavior can be illustrated like this. പോസിറ്റീവ് ചാർജ് ഇടിക്കുന്നു, ദെൻ അഗെയിൻ ഇടിക്കുന്നു. ഇതേ രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. ആ മൂവ്മെൻറ്റിനെ നമുക്ക് ഇതേ ഒരു ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. എക്സ് ആക്സിസിൽ മീൻ ഫ്രീ പാത്തും, എന്താണ് മീൻ ഫ്രീ പാത്ത് നമുക്ക് കാണാനായിട്ടുണ്ട്. വൈ ആക്സിസ് വെലോസിറ്റിയും. അപ്പോൾ നമുക്ക് നോക്കാം. വെലോസിറ്റി പതിയെ ഇൻക്രീസ് ചെയ്ത് വരുന്നു. ഒരു മാക്സിമത്തിൽ എത്തിക്കഴിയുമ്പോഴത്തെ ശേഷം അത് അടുത്ത പോസിറ്റീവ് ചാർജിൽ വന്നിടിക്കുന്നു, പോസിറ്റീവ് അയണിൽ വന്നിടിക്കുന്നു, വെലോസിറ്റി ഡ്രോപ്പ് ചെയ്യുന്നു. എഗെയിൻ ആക്സലറേറ്റ് ചെയ്ത് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, അടുത്ത പൊസിഷനിൽ വന്നിടിക്കുന്നു, ദെൻ വെലോസിറ്റി ഡ്രോപ്പ് ചെയ്യുന്നു, വീണ്ടും മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതേ രീതിയിലായിരിക്കും നമ്മുടെ ഇലക്ട്രോണിൻ്റെ മോഷൻ. ദ മാക്സിമം വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ ദ ഇക്വേഷൻ V is equal to 2 tau EE by ME. ആവറേജ് വെലോസിറ്റി എടുക്കാനായിട്ട് നമുക്ക് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. tau EE by ME എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ച് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാം. ദെൻ ഇനി നമുക്ക് അറിയേണ്ടത് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺ ഡെൻസിറ്റി ആൻഡ് കറണ്ട് ഡെൻസിറ്റിയാണ്. നമുക്ക് നേരത്തെ കണ്ടക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഈ പറഞ്ഞ ഐഡിയ ഉപയോഗിക്കുന്നത് പറയുന്നു. ദെർഫോർ ദ ഇലക്ട്രിക്കൽ ഡെൻസിറ്റി ഈറ്റ ആൻഡ് കറണ്ട് ഡെൻസിറ്റി J are related by the equation J is equal to eta E V prime, where V prime നമ്മൾ കണ്ട വെലോസിറ്റി ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ J is equal to eta tau E square E by ME എന്ന് നമുക്ക് കിട്ടും. Then we have another relation between current density J and electrical conductivity sigma. J is equal to sigma into E. Therefore electrical conductivity can be find out as sigma is equal to eta tau E square by ME. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ദിസ് ഈസ് വൺ ഓഫ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ തിയറി. സിഗ്മയെ ബാക്കി വേറൊരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. സിഗ്മ ഈസ് ഈക്വൽ ടു ഈറ്റ ഇ യു ബാർ. അപ്പോൾ യു ബാർ എന്ന് പറഞ്ഞാൽ ആവറേജ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞ ടേമാണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ദിസ് ഈസ് ദ concept of average drift velocity. When electrons are subjected to an electric field, they do move randomly, but they slowly drift in one direction, in the direction of the electric field applied. The net velocity at which these electrons drift is known as drift velocity. The current produced is known as drift current. അപ്പോൾ നമുക്ക് എ പാർട്ടിലൊക്കെ ചോദിക്കാം വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓർ ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം. ദെൻ ഇനി നമുക്ക് അറിയേണ്ട മറ്റൊരു ഐഡിയ ആണ് മീൻ ഫ്രീ പാത്ത്. ദിസ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ മൂവിങ് പാർട്ടിക്കിൾ സച്ച് ആസ് എൻ ആറ്റം, എ molecule, in this case an electron, between successive impacts or collisions which modifies its direction or energy or other properties. ഒരു കൊളീഷൻ നടന്ന് ഇതിൻ്റെ ഡയറക്ഷൻ മൂവ് ചെയ്യുന്നത് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. Then collision time. It is the average time taken by a free electron between two successive collisions. Then relaxation time tau. It is defined as the time taken by the free electron to reach its equilibrium
from its disturbed position in the presence of the field. നമ്മൾ ഒരു ഇലക്ട്രോൺ ഒരു സ്റ്റേബിൾ പൊസിഷൻ നിൽക്കുന്നു, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോഴത്തേന് എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോൺ അതിൻ്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. എന്നിട്ട് എപ്പോഴാണോ അത് നേരത്തെ ഉണ്ടായിരുന്ന ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുന്നത് അതിനെയാണ് നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. Then ഇതാണ് electrical conductivity explanation. Now we'll move on to the explanation of thermal conductivity. When one part of a metal is heated, heat energy is converted into kinetic energy of the electron. We can say that a metal rod is placed inside a fire. Then heat ചെയ്യപ്പെടും electrons will move rapidly to another part. Some of the energy of the electron is transferred to that part, resulted in heating. So this is the thermal conductivity explanation given by free electron theory. Then ഇനി ഇവർ പറഞ്ഞ അടുത്ത എക്സ്പ്ലനേഷൻ ഇതാണ് മെറ്റാലിക് ലസ്റ്റർ. സോ നമുക്ക് ഗോൾഡ് പ്ലാറ്റിനം സിൽവർ ഒക്കെ അട്രാക്റ്റീവ് ആകുന്നത്, അതിൽ തന്നെ ഗോൾഡ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആകുന്നതിന് കാരണം അതിൻ്റെ സർഫസിലുള്ള തിളക്കമാണ്. ലൈറ്റ് അടിച്ച് കഴിയുമ്പോഴത്തേന് നല്ല തിളക്കം വരും അല്ലേ? അതിൻ്റെ എക്സ്പ്ലനേഷൻ ഫ്രീ ഇലക്ട്രോൺ തിയറി കൊടുത്തിട്ടുണ്ട്. The free electrons near the surface of the metal absorb all the wavelength of incident light. അതായത് നമ്മുടെ മെറ്റൽ സർഫസിൽ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ the free electrons will absorb all wavelength, energy absorb ചെയ്യും. Then what will happen is that the electron will be excited and it occupy a higher energy level. Most of the incident light is immediately re-emitted at the surface. These free electrons will come down to the ground state by emitting radiations in the form of visible light. So that is the reason for this metallic luster. ഇതാണ് ഫ്രീ ഇലക്ട്രോൺ തിയറി കൊടുത്ത ലെക്ചറിനുള്ള ഡെഫിനിഷൻ. Creating the metallic luster we see in gold, silver, copper and other metals. So this is another important aspect of free electron theory. Then we will look into the advantages of free electron theory. First one, it verifies Ohm's law. It is used to explain the optical properties of solids. Then it is very simple. Explain thermal and electrical conductivity. നമ്മൾ already പറഞ്ഞു കഴിഞ്ഞു. Temperature dependence of conductivity can be explained by this theory. It explains Wiedemann-Franz law. Conductivity relationship ആണ് Wiedemann-Franz law. എന്താണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് റെഫർ ചെയ്തോളാം. Then what are the drawbacks? First one, why some substances are conductors and some others are not. ഫ്രീ ഇലക്ട്രോണിൻ്റെ പ്രസൻസ് എന്ന് പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു, പക്ഷേ അതിനൊരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് ഇവർക്ക് സാധിച്ചില്ല. ദർ വിൽ ബി ലാർജ് വേരിയേഷൻ ഇൻ പ്രോപ്പർട്ടീസ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റൽസ്. ഒരു മെറ്റൽ ബിഹേവ് ചെയ്യുന്ന പോലെയല്ല അടുത്ത ആൾ ബിഹേവ് ചെയ്യുക, അതിനൊന്നും എക്സ്പ്ലനേഷൻ ക്ലിയർ ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റിയില്ല. ഇറ്റ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ഹീറ്റ് കപ്പാസിറ്റി ആൻഡ് പാരാമാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഓഫ് മെറ്റീരിയൽസ്. വേഗമായിട്ടുള്ള പിക്ചേഴ്സ് ഇവർ കൊടുത്തിരുന്നു, പക്ഷേ ക്ലിയർ എക്സ്പ്ലനേഷൻ. ഫോർ എക്സാമ്പിൾ, സസെപ്റ്റബിലിറ്റി ഹാസ് ഗ്രേറ്റർ തിയററ്റിക്കൽ വാല്യൂ ദാൻ ദ എക്സ്പെരിമെൻ്റൽ വാല്യൂ. എക്സ്പെരിമെൻ്റൽ വാല്യൂയും തിയററ്റിക്കൽ വാല്യൂയും തമ്മിൽ ലാർജ് വേരിയേഷൻ ഉണ്ട് ഫ്രീ ഇലക്ട്രോൺ തിയറി അനുസരിച്ച് കാൽക്കുലേറ്റീവ് ആണെങ്കിൽ. ദെൻ വൈ സർട്ടൺ മെറ്റൽസ് പ്രിഫേർ സർട്ടൺ സ്പെസിഫിക് സ്ട്രക്ചേഴ്സ്. ഓരോ മെറ്റൽസിനും ഓരോ സ്ട്രക്ചറാണ്, അതനുസരിച്ച് അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സ്ട്രക്ചറും പ്രോപ്പർട്ടീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രീ ഇലക്ട്രോൺ തിയറിക്ക് സാധിച്ചില്ല. ദർ ബി ലാർജ് വേരിയേഷൻ ഇൻ തിയററ്റിക്കൽ ആൻഡ് എക്സ്പെരിമെൻ്റൽ വാല്യൂസ് ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ്. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, സ്പെസിഫിക് ഹീറ്റ്സ് ഓഫ് മെറ്റൽസ് ആണ്. സോ സ്പെസിഫിക് ഹീറ്റ്സ് ഓഫ് മെറ്റൽസ്. ദെൻ ഇറ്റ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ന്യൂ ഫിനോമിന ലൈക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, കോംപ്ടൺ എഫക്റ്റ്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എക്സെട്ര. ഇത്തരം കാര്യങ്ങൾക്കൊന്നും എക്സ്പ്ലനേഷൻ നമ്മുടെ ഫ്രീ ഇലക്ട്രോൺ തിയറിക്ക് തരാനായിട്ട് സാധിച്ചില്ല. It failed to explain superconducting properties of metals. So why certain metals behaves like superconductors, അതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഫ്രീ ഇലക്ട്രോൺ തിയറി വെച്ച് സാധിക്കില്ല. Then that is the limitation of free electron theory. പക്ഷേ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്, കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്, ഒരുപാട് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഫ്രീ ഇലക്ട്രോൺ തിയറിക്ക് സാധിച്ചു.